അഴിമതിയില്ലാത്ത ചെറുപ്പക്കാരുടെ കൂട്ടം ആ ലക്ഷ്യം കൈവരിക്കാനുള്ള പാതയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആം ആദ്മിയെ തളർത്തി രാഘവ് ചദ്ദ കൂടി മോദിക്കൊപ്പം എത്തുമ്പോൾ മോദി പ്രഭാവത്തിനുമേൽ മറ്റൊരു പൊൻതൂവൽ കൂടി. 15 വർഷക്കാലം തന്റെ രക്തവും വിയർപ്പും ഒഴുക്കി വളർത്തിയ പാർട്ടി ഇപ്പോൾ തത്വങ്ങളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും മാറിയെന്ന് രാഘവ് ചദ്ദയുടെ കുറ്റപ്പെടുത്തൽ. രാജ്യസഭയിലെ AAP നേതാവ് എന്ന സ്ഥാനത്ത് നിന്ന് ചദ്ദയെ മാറ്റിയതു മുതൽ പാർട്ടി നേതൃത്വവുമായി അദ്ദേഹം കടുത്ത പോരാട്ടത്തിലായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ വളരെയധികം ഇഷ്ടപ്പെടുകയാണ് ഈ ചെറുപ്പക്കാരൻ. ഭീകരവാദത്തെ തുടച്ചു നീക്കുന്നതിനും രാജ്യത്തെ സാമ്പത്തികമായി വളർത്തുന്നതിനും നരേന്ദ്രമോദി സർക്കാർ എടുത്ത ശക്തമായ തീരുമാനങ്ങൾ അത് ഓരോ യുവാക്കളെയും ഭാരതത്തിൽ ഇൻസ്പയർ ചെയ്യുകയാണെന്നാണ് രാഘവ് ചദ്ദയുടെ പക്ഷം. അമിത്ഷായുടെ ദൃഢനിശ്ചയത്തിന് ഒപ്പം ചേർന്ന് രാജ്യത്തിനായി പ്രവർത്തിക്കുമെന്നും രാഘവ് ചദ്ദ പറയുന്നു. മോദിയുടെ ഒരു വ്യക്തിത്വം അതെപ്പോഴും ജനക്കൂട്ടത്തെ മാത്രമല്ല മിടുക്കന്മാരായ നേതാക്കളെയും നരേന്ദ്രമോദിയിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. പല കീ പൊസിഷനിലും നരേന്ദ്രമോദി ഇന്ന് ഇരുത്തിയിരിക്കുന്നത് പലപ്പോഴും തന്റെ ആ ഒരു പ്രഭാവത്തിൽ ആകൃഷ്ടരായ മറ്റു പാർട്ടികളിൽ നിന്നും എത്തിയ ചെറുപ്പക്കാരാണ്. അക്കൂട്ടത്തിലേക്ക് ആം ആദ്മിയുടെ മിടുക്കനായ രാഘവ് ചദ്ദയും എത്തുകയാണ്. ആം ആദ്മി പാർട്ടി ഇത് അടിപൊളി ഉലയ്ക്കുകയാണ്. രാജ്യസഭയിൽ നിന്ന് BJPയിലേക്ക് ഇദ്ദേഹത്തോടൊപ്പം 7 പ്രമുഖ MP-മാരാണ് എത്തിയിരിക്കുന്നത്. രാഘവ് ചദ്ദയ്ക്കൊപ്പം മുൻ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ്, ദില്ലി വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ സ്വാതി മലിവാൾ എന്നിവരുടെ സാന്നിധ്യം രാഷ്ട്രീയ ലോകത്തെ ഞെട്ടിച്ചു. ഇവർക്ക് പുറമെ പാർട്ടിയുടെ സംഘടനാ ചുമതലയുണ്ടായിരുന്ന സന്ദീപ് പഥക്, പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകൻ അശോക് മിത്തൽ, രാഷ്ട്രീയ രംഗത്തെ ശ്രദ്ധേയ മുഖങ്ങളായ രാജേന്ദർ ഗുപ്ത, വിക്രം സാഹ്നി എന്നിവരും AAP വിട്ട് വന്നിരിക്കുകയാണ്. പാർട്ടിയുടെ രാജ്യസഭാ അംഗങ്ങളിൽ 2 വിഭാഗവും ഇത്തരത്തിൽ BJPയിൽ ലയിക്കാൻ തീരുമാനിച്ചത് അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ദേശീയ തലത്തിൽ വലിയൊരു തിരിച്ചടിയായി. അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ നേരത്തെ കോൺഗ്രസിന്റെ അസം നേതാവായിരുന്നു. പക്ഷെ അവിടെ മക്കൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ അദ്ദേഹം തഴയപ്പെട്ടപ്പോഴാണ് മോദിയിലേക്ക് അദ്ദേഹം ആകൃഷ്ടനായത്. മധ്യപ്രദേശിലെ സൂത്രശാലികളായ കോൺഗ്രസ് നേതാക്കളായ കമൽനാഥും ദിഗ്വിജയ് സിംഗും തഴയുന്നു എന്ന ബോധ്യം ഉറച്ചതോടെയാണ് മിടുക്കനായ ജ്യോതിരാദിത്യ സിന്ധ്യ മോദിയിലേക്കും തുടർന്ന് BJPയിലേക്കും എത്തിയത്. ഇന്ന് കേന്ദ്ര വാർത്താവിനിമയ മന്ത്രിയാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. ബംഗാളിൽ മമതയുടെ തൃണമൂൽ സാമ്രാജ്യത്തിന്റെ അടിവേരിളക്കുന്ന സുവേന്ദു അധികാരി ആരാണ്? നേരത്തെ അദ്ദേഹം തൃണമൂൽ നേതാവായിരുന്നു. പാർട്ടിയിൽ മമത മരുമകൻ അഭിഷേക് ബാനർജി അധികാര സ്ഥാനത്തേക്ക് കൊണ്ടുവന്നപ്പോഴാണ് തനിക്ക് പണി കിട്ടിയെന്ന് മനസ്സിലാക്കിയതോടെ സുവേന്ദു അധികാരി മോദിയിൽ ആകൃഷ്ടനായി BJPയിലേക്ക് എത്തിയത്. അജിത് പവാർ, അശോക് ചവാൻ, നവീൻ ജിൻഡൽ, ഗീതാ കോട, തപസ് റോയ്, ഈ പട്ടിക നീളുകയാണ്. അതുപോലെ തന്നെ സിനിമ ബിസിനസ് മേഖലയിൽ നിന്നുള്ള എത്ര പേരാണ് മോദി മൂലം രാഷ്ട്രീയത്തിലേക്ക് എത്തിയത്? സുപരിചിതമായ ഉദാഹരണങ്ങളാണ് സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖറും. മുകേഷ് അംബാനി, അദാനി, ആനന്ദ് മഹീന്ദ്ര തുടങ്ങി ബിസിനസ് രംഗത്തുള്ള നിരവധി പേർ മോദിയിൽ ആകൃഷ്ടരാണ്. ഇപ്പോഴത്തെ ആം ആദ്മിയുടെ മിടുക്കൻ നേതാവ് രാഘവ് ചദ്ദയും BJPയിലേക്ക്. അധികാരം തന്നിൽ തന്നെ കേന്ദ്രീകരിക്കുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ആ ശൈലി അത് താൻ എതിർക്കുന്നു എന്ന് തന്നെയാണ് രാഘവ് ചദ്ദ തുറന്നു പറഞ്ഞിരിക്കുന്നത്. മോദിയുടെ ഒരു പ്രത്യേകതയുണ്ട്. മിടുക്കരായ ഒരാളെ കണ്ടാൽ അയാളെ തന്നിലേക്കും BJPയിലേക്കും വലിച്ചടുപ്പിക്കുന്ന ശൈലി. രാഘവ് ചദ്ദയുടെ കാര്യത്തിലും സംഭവിച്ചത് അത് തന്നെയാണ്. നരേന്ദ്രമോദിയുടെ ഉറച്ച ദേശീയ നേതൃത്വം, നിശ്ചയദാർഢ്യത്തോടുകൂടിയ ഭരണം അത് തന്നെയാണ് തന്നെ മോദിയിലേക്ക് അടുപ്പിച്ചത് എന്ന് ചദ്ദയുടെ വാക്കുകൾ. കോൺഗ്രസ്, തൃണമൂൽ, RJD, DMK തുടങ്ങിയ പാർട്ടികളെല്ലാം കുടുംബ രാഷ്ട്രീയത്തിൽ കിടന്ന് കളിക്കുകയാണ്. എന്നാൽ ജൻസിയും ബിസിനസ് മേഖലയിലെ സമർത്ഥരെയും മറ്റു പാർട്ടികളിലെ പ്രതിഭാധനരായ നേതാക്കളെയും മറ്റു മേഖലകളിലെ അഴിമതിയുടെ കളങ്കമില്ലാത്ത വ്യക്തികളെയും BJPയിലേക്ക് ആകർഷിക്കുകയാണ് മോദി. മോദിക്ക് ഇതിനു പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട്. തനിക്ക് ശേഷം അധികാരം തന്റെ മക്കൾക്ക് എന്നതാണ് കുടുംബ രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യം. കോൺഗ്രസും തൃണമൂലും DMK, RJDയും എല്ലാം ഈ കുടുംബ രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി BJP ഒരു ആധുനിക പുരോഗമന രാഷ്ട്രീയ ശക്തിയെ വളർത്തുകയാണ് മോദി. ഇത് BJPയുടെ ആ ഒരു കുതിപ്പിന് ആക്കം കൂട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.